ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ക്ലേ മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ചെളി ഉണ്ടല്ലോ, അതിന് കുറച്ച് നനവുള്ള മണ്ണ് വേണം. സോ അതെടുക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ തോട് പോലത്തെ ഒരു സംഭവത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ കൂടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ തോട് ഉണ്ട്. ആ തോട്ടിൽ നിന്നാണ് നമ്മൾ മണ്ണെടുക്കുന്നത്. ഇതാണ് തോടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല അതിൽ. ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ അവിടെ നല്ല നനഞ്ഞ മണ്ണുണ്ട്. അതാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള മണ്ണ് ഇതുപോലെ എടുത്തിട്ട് അതിനെ നമ്മളൊരു കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് അവിടെ നിന്ന് മണ്ണെടുക്കാൻ നോക്കിയിട്ട് അത് മണ്ണ് ഇടിഞ്ഞു വീണ, അല്ലാണ്ട് എൻ്റെ കയ്യിലൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് മാളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൈയിടുമ്പം ചിലപ്പോൾ അതിൻ്റെ പോലെ നീർക്കോലിയോ ഞണ്ടൊക്കെ കാണും. അതൊക്കെ വെച്ച് കടിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും കൈയിടാൻ പോയില്ല. അവിടെ താഴെ നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ഞാൻ കുറേ മണ്ണെടുത്തു. അപ്പോൾ അവിടെ നിന്ന് വരാത്തതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ നോക്കിയപ്പോഴേക്കും കുറേ മണ്ണ് കിട്ടി. ഇതേ കണ്ടില്ലേ ഇതുപോലെ. അപ്പം അതിനെ കുറേ എടുത്തു. ഇത് മണ്ണല്ല, വേരാണ്. അങ്ങനെ കുറേ മണ്ണൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും മതിയായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീടൊന്ന് എടുക്കാം. ഇനി ഇതിനെയും കൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും ക്ലേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലേ അല്ല, ഈ മണ്ണിനെ ഇനി ക്ലേ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ മേലെ ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ നെറ്റ് തുണിയായിരിക്കും നല്ലത്. അങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാം. കുറച്ചിങ്ങനെ താന്നിടക്കുന്ന രീതിയിൽ വച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറയ്ക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലേയെ ഇതിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിൽ വരുന്ന ഈ വേസ്റ്റിനെ എടുത്ത് കളയണം. ആ കല്ലൊക്കെ വരുന്നതിനെടുത്ത് കളയണം. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഫുള്ള് മണ്ണ് ഇതുപോലെ ആക്കിയെടുക്കുക. അങ്ങനെ അതുപോലെ ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലാക്കി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടയർ കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു തുണി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു ദിവസം ആയിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് വെച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ ഈ ചെളി അടിയിൽ സെറ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മുകളിൽ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മുകളിൽ വന്നിരിക്കുന്ന ഈ ക്ലിയർ വാട്ടറിനെ ഒഴിച്ച് കളയണം. അതായത് ഈ അടിയിലുള്ള മണ്ണ് ആകാതെ ആ വെള്ളം മാത്രം ഒഴിച്ച് കളയണം.
പൊക്കിപ്പിടി മോളോട് കാല് വരണ്ട. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒരു തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ടൊരു ടയർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റല്ലാത്ത തുണി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കോട്ടൺ തുണിയെല്ലാം എടുക്കുക. നമ്മളൊരു അബദ്ധം പറ്റി, നമ്മൾ നെറ്റിലാണ് ചെയ്തത്. ഒഴിക്കണതനുസരിച്ച് അടിയിൽ കൂടെ പോകണുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല അത്. അങ്ങനെ ഫുള്ള് കളഞ്ഞുപോയി. പിന്നെ അടിയിൽ നിന്നൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് കോട്ടൺ തുണി വല്ലതും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഫുള്ള് ഒഴിച്ച ശേഷം അതിനെ ഒരു തുണിയിൽ ആ തുണി ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ കെട്ടി ഒരിടത്ത് തൂക്കി ഇടാൻ മറ്റോ ചെയ്യണം. അപ്പോഴേക്കും അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടോ നല്ല പ്യുവർ വാട്ടർ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ദിവസമൊക്കെ ഇതുപോലെ തന്നെ വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം ഫുള്ള് പോയി എന്ന് ഉറപ്പാകുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് ഇന്നൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കണം. അപ്പോൾ അത് ഇപ്പോഴും കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇതേ കണ്ടില്ല, നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയും വേണം. അതുപോലെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് കയ്യിൽ നനവില്ലാത്ത രീതിയിൽ കിട്ടുകയും വേണം. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരെണ്ണത്തിൽ വെച്ചത് അതുപോലെ ആയിട്ടുണ്ട്. ഇനി മറ്റേതും അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതുപോലെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു വെള്ളം ഉള്ളതുപോലെ തോന്നുന്നു. നോക്കട്ടെ, നമ്മൾ കണ്ടോ, അത് അത്രയ്ക്ക് ആയിട്ടില്ല. ഇത് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്, നമുക്ക് മനസ്സിലാവും തൊടുമ്പോൾ. ഇത് തൊട്ടപ്പോൾ കണ്ടോ കയ്യിൽ കുറച്ചുകൂടി ഒരു ചെളി വരുന്ന രീതിയിലാണ്. കണ്ടില്ലേ, ഒരു പശപ്പുണ്ട്, ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഒരു ദിവസം കൂടി നാളെ ആകുമ്പോൾ ഇതും കറക്റ്റ് നമ്മളെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലേ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇനി പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്